ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളങ്കുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെ നിറകതിരുമായി പൊന്നിൻ ചിങ്ങം പിറന്നു. ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പ്. അത്തം പിറന്ന് 11ാം നാൾ തിരുവോണം. ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിച്ചു. കൃഷി ഭവനുകളുടെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം. കർഷകരെ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ. ഓണവിപണിക്കായി അധ്വാനിച്ച കർഷകരെ വഞ്ചിച്ച് കൃഷി വകുപ്പ്. കൃഷിഭവനുകളിൽ നിന്നും നൽകിയ വിത്തുകളും തൈകളും ഗുണമേന്മയില്ലാത്തവയെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. ചിങ്ങം പിറന്നു. ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പ്. ഇക്കുറി അത്തം എത്തിയതിന്റെ 11ാം ദിനമാണ് തിരുവോണം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻകിരണങ്ങളുമായി പൊന്നിൻ ചിങ്ങം പിറന്നു. ഓണപ്പൂവിളിയിലേക്ക് നാടുണർന്നു. കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ മാറി ഓണക്കാലത്തിന്റെ പ്രതീക്ഷയുമായാണ് ചിങ്ങമാസം പിറക്കുന്നത്. മലയാള കലണ്ടറിലെ ആദ്യ മാസമാണ് ചിങ്ങം. ചിങ്ങം എന്നത് മലയാളികളുടെ ജീവിതത്തിന്റെ ഒരു മാസത്തിന്റെ തുടക്കം മാത്രമല്ല, സമൃദ്ധിയുടെ വരവറിയിക്കുന്ന കാലം കൂടിയാണ്. അത്തം ഇന്നലെ കർക്കിടക മാസത്തിൽ ആരംഭിച്ചെങ്കിലും ഇന്നാണ് ചിങ്ങം പിറന്നത്. പഞ്ഞ കർക്കിടകം പടിയിറങ്ങി. കൊല്ലവർഷം 1202 നാം കാലെടുത്തു വെച്ചു. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ചിലയിടങ്ങളിലെല്ലാം മഴയുടെ അകമ്പടിയോടെയാണ് ചിങ്ങം പിറന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തുന്ന ഈ ഓണക്കാലം മതിമറന്ന് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായാണ് കർഷക ദിനാഘോഷം നടത്തിയത്. ചിങ്ങം 1 കർഷക ദിനമായാണ് ആചരിക്കുന്നത്. വിവിധ കൃഷിഭവനുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലാണ് കർഷക ദിനം ആചരിക്കുന്നത്. കർഷക ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടത്തി. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളുടെ പരിസരത്ത് കൃഷിഭൂമി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് MLA പറഞ്ഞു. കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കുട്ടികളെ അവിടെ കൃഷി പരിശീലിപ്പിച്ചുകൊണ്ട് ആ ഒരു പുതിയ സംസ്കാരം അവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് മണ്ണിന്റെ ഗന്ധം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ മണ്ണിന്റെ വിയർപ്പിന്റെ ആ സുഗന്ധം എന്താണെന്നുള്ളത് ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൃഷി ഒരു സംസ്കാരമായി വളരുവാൻ അത് സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ചിറക്കടവ് പഞ്ചായത്തിന്റെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി 1,10,00,000 രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് TN ഗിരീഷ് കുമാർ പറഞ്ഞു. അപ്പോൾ റബ്ബർ മേഖലയിൽ ഉണ്ടായ വിലയിടിവും പ്രതിസന്ധിയും എല്ലാം സ്വാഭാവികമായും കർഷകരെ മറ്റ് മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നതിനായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, വിത്തും വളവും അതേപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും സൗജന്യമായോ സബ്സിഡിയോടും കൂടിയോ ഒക്കെ വിതരണം ചെയ്യുന്ന പദ്ധതി നമ്മൾ ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട്. 1,10,00,000 രൂപയാണ് ഉൽപാദന മേഖലയിൽ ഈ വർഷത്തെ പദ്ധതി വിഹിതമായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, തോമസ് കുന്നപ്പള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, മിനി സേതുനാഥ്, ജയ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ മുതിർന്ന കർഷകരായ KT തോമസ്, എബ്രഹാം ജോസഫ്, കർഷക തൊഴിലാളി ഗോപി KM, വനിതാ കർഷക ഉഷാകുമാരി PN, കുട്ടി കർഷകൻ മാസ്റ്റർ S ഹരിദാസ്, SC വിഭാഗത്തിലുള്ള കർഷകൻ പ്രസാദ് TM, ക്ഷീര കർഷകൻ KS ചന്ദ്രശേഖരൻ നായർ, ജൈവ കർഷകൻ സെബാസ്റ്റ്യൻ ജോസഫ്, സമ്മിശ്ര കർഷകൻ ഫിലിപ്പച്ചൻ തോമസ് എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ,
പൊൻകുന്നം. അകലക്കുന്നം പഞ്ചായത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. കർഷക സെമിനാർ, മികച്ച കർഷകരെ ആദരിക്കൽ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന സമിതിയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടത്തി. അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാഘോഷ പരിപാടി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരില്ലെങ്കിൽ നാടില്ല, കാർഷിക വൃത്തിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. അതുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗം, ഓർമ്മിക്കുന്ന ഭാഗം. ഇത് പഞ്ചായത്ത് നടത്തുന്നതിന്റെ അർത്ഥം ഓരോ പഞ്ചായത്തിന്റെയും ഉദ്യോഗസ്ഥരെ കൂടി ഓർമ്മിക്കുകയാണ്. ഇതിനകത്ത് ജനപ്രതിനിധികളെ, MLA-മാരെ, MP-മാരെ, ഉദ്യോഗസ്ഥരെ ഓർമ്മിക്കുകയാണ്. കർഷകരാണ് എല്ലാം. കർഷകരില്ലെങ്കിൽ നാടില്ല, കർഷക വൃത്തിയില്ലെങ്കിൽ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കർഷകത്തിന്. അതുകൊണ്ട് നമുക്ക് വെറുതെ വാക്ക് കൊടുത്താൽ മാത്രം കുറെ വാക്ക് നടപ്പിലാക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള കഠിന പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടാവണം. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തോമസ് അധ്യക്ഷനായി. കുമരകം KVK അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മികച്ച നെൽ കർഷകൻ ബേബി ജോസഫ് കാളാവേലിൽ, വനിതാ കർഷക നിഹിത വിശാൽ, കർഷക തൊഴിലാളി സേതു CK ചങ്ങാലിക്കുന്നിൽ, SC കർഷകൻ KS തങ്കപ്പൻ കാക്കനാട്ട്, ജൈവ കർഷകൻ തോമസ് വർഗീസ്, കുട്ടി കർഷക കുമാരി ആർഷ രാജേഷ്, മുതിർന്ന കർഷകൻ ജോസഫ് PJ പരക്കാട്ട്, ക്ഷീര കർഷകൻ ജോസ് PC പൊട്ടക്കുളം, സമ്മിശ്ര കർഷകരായ ജോസ് ജേക്കബ് ആലയ്ക്കൽ, ആന്റോ തോമസ് കരോട്ട്, കൈപ്പൻ പ്ലാക്കൽ തുടങ്ങിയവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജപ്പാനിൽ വെച്ച് നടന്ന സയൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത അനന്തു ദിലീപിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMSന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ദേശീയ തലത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ധർണ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ദേശീയ തലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്നും അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BMS തെരുവിലിറങ്ങുമെന്നും BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. പുതിയ തൊഴിൽ നയത്തിലെ തൊഴിലാളി അനുകൂലമായ നിയമങ്ങളെ അനുകൂലിക്കുന്നതിനോടൊപ്പം തൊഴിലാളി വിരുദ്ധമായ നയങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തെ തൊഴിൽ നിയമ വ്യവസ്ഥകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ഈ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ആരംഭിച്ചതാണ്. ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന 1926 ഈ രാജ്യത്ത് നടപ്പാക്കിയതാണ്. അതിനുശേഷം ഈ രാജ്യത്ത് വന്ന ഗവൺമെന്റ് നിരവധി നിയമങ്ങൾ ഇതിനോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്തു. ഇന്ന് തൊഴിലാളികളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ മുഴുവൻ വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഈ രാജ്യത്തെ നിയമങ്ങളായി രൂപപ്പെടുത്തി കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരു വളരുന്ന രാജ്യമെന്ന നിലയിൽ ഈ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കാലഹരണപ്പെട്ടത് മാത്രമല്ല, ആ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏതാണ്ട് 29ഓളം തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളുടെ അടിസ്ഥാനത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്തത്. നമുക്കറിയാം, ഇതിനൊന്നും ഭാരതീയ മസ്ദൂർ സംഘം എതിരല്ല. ഇന്ത്യ ഗവൺമെന്റുമായി നടന്നിട്ടുള്ള ചർച്ചയിൽ ഭാരതീയ മസ്ദൂർ സംഘം അസന്നിഗ്ധമായി പറഞ്ഞു, രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി രൂപപ്പെടുന്ന ഏത് നിയമവ്യവസ്ഥയെയും നാം അംഗീകരിക്കും. തൊഴിലാളി വിരുദ്ധമായി ഈ നിയമം പടച്ചുകൊണ്ടുവന്നാൽ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുമെന്ന് ആദ്യം തന്നെ നാം പറഞ്ഞിരുന്നു. BMS ജില്ലാ പ്രസിഡന്റ് S. വിനയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി സോണി സത്യൻ, ജില്ലാ സെക്രട്ടറി PR രാജീവ്, ജില്ലാ ഭാരവാഹികളായ SS ശ്രീനിവാസപിള്ള, ജോസ് ജോർജ്, സൂരജ് V. നാരായണൻ, രതീഷ് K. രാജ്, അനീഷ് V, രതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ധർണയ്ക്ക് മുൻപായി തൊഴിലാളികൾ പങ്കെടുത്ത തൊഴിലാളി റാലി കളക്ടറേറ്റിൽ നിന്നും ആരംഭിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് വിയർപ്പൊഴുക്കിയ കർഷകരെ വഞ്ചിച്ച് കൃഷിവകുപ്പ്. കർഷകർക്കായി കൃഷിഭവനിൽ നിന്നും നൽകിയ തൈകളും വിത്തുകളും യാതൊരു ഗുണനിലവാരവുമില്ലാത്തതാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് വിയർപ്പൊഴുക്കിയ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വഞ്ചന. വകുപ്പ് വിതരണം ചെയ്ത തൈകളും വിത്തുകളും ഗുണനിലവാരമില്ലാതായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾക്ക് വിപണിയിൽ ആവശ്യക്കാരില്ലാതായതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം. കുറിച്ചിത്താനം ആളാറ്റ് TD ബാബു എന്ന കർഷകനാണ് കൃഷിവകുപ്പിന്റെ അനാസ്ഥയിൽ വലഞ്ഞത്. നാടൻ പഴവലം വിറ്റ് ഓണവിപണി പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിൽ നിന്നും തൈകൾ വാങ്ങി 40 തടങ്ങളിൽ വെച്ച് പിടിപ്പിച്ചു. വിളവെടുത്തപ്പോഴാണ് കൃഷിവകുപ്പിന്റെ വിരുത് പുറത്തു വന്നത്. ഒരേ ഇനത്തിലുള്ള തൈകൾക്ക് പകരം 4ഉം 5ഉം തരത്തിലുള്ള പടവലങ്ങൾ കായ്ച്ചു. നീളം കുറഞ്ഞതും കടും പച്ച നിറമുള്ളതുമായ ഇവയ്ക്ക് കച്ചവടക്കാരോ ഉപഭോക്താക്കളോ ഇല്ല. ഒരു സാധാരണ പടവലത്തിന് 500 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകാറുണ്ട്. എന്നാൽ ബാബുവിന്റെ തോട്ടത്തിലെ പടവലങ്ങൾക്ക് വലുപ്പവും തൂക്കവുമില്ല. വിളവെടുത്ത പടവലങ്ങളുമായി നാട് മുഴുവൻ അലയേണ്ട ഗതികേട്. ഒടുവിൽ പെരുവിയിലെത്തിച്ച് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചു. ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം ബാബുവിനുണ്ടായി. ഓണത്തിന് കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട് പടവലമാണിത്. ഇത് 2026 ഈ വർഷം ജൂൺ മാസം 6-ാം തീയതി കോഴായിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നും മേടിച്ച തൈകളാണ്. ഇത് ആകെ 44 തടം പടവലമാണുള്ളത്. അന്ന് അവിടുന്ന് മേടിച്ചു കൊണ്ടുവച്ച തൈകളിൽ ഈ 44 തടം പടവലം നട്ടതിൽ 5 വ്യത്യസ്തങ്ങളായ 5 ഇനങ്ങളാണ് ഈ 44 തരത്തിലുള്ളത്. സാധാരണ ഒരു പടവലത്തിൻ്റെ തൂക്കം എന്ന് പറയുന്ന 1/2 കിലോ മുതൽ 2 കിലോ 2.5 കിലോ വരെ വരുന്ന പടവലങ്ങയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ളത് 150 ഗ്രാം മുതൽ പരമാവധി 400 ഗ്രാം വരെയുള്ള തൂക്കമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സാമ്പത്തികമായിട്ടുള്ള വൻ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടവലത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പന്തൽ തീരുമ്പോൾ അതിൻ്റെ പന പൊട്ടിച്ച് മുട്ടുണ്ടാക്കി കമ്പി വലിച്ച് വള്ളി കെട്ടി പന്തൽ ആയി വരുമ്പോഴത്തേനും ഇത്തരം പന്തലിലായി വരുമ്പോഴത്തേനും ന്യായമായിട്ടുള്ള ഒരു മുടക്ക് നമുക്ക് ഇതിന് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കായം കൂടെയാണ് പടവലം നട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് ചെടിയാണെങ്കിലും നട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതെങ്കിൽ തികച്ചും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭീമമായ ഒരു നഷ്ടം ഒരു പന്തലിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയുമല്ല, ഇതിൻ്റെ അകത്ത് 90% പടവലങ്ങായും കരിയും പച്ച കളറിലാണ് വിപണിയിൽ വിറ്റഴിക്കുന്നതിന്. കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ സാധനം വേണ്ട. ഒരു സ്ഥലത്തും ഇതെടുക്കുന്നില്ല. ഹോൾസെയിലുകാർക്കാട്ടെ സദ്യ ഉണ്ടാക്കുന്നവർക്കാട്ടെ മറ്റ് ചെറുകിട കടക്കാർക്കാട്ടെ ആർക്കും ഈ പച്ച കളറിലുള്ള സാധനം വേണ്ട. ആദ്യമായിട്ട് എടുത്ത 84 കിലോ പടവലങ്ങ ആദ്യം എടുത്ത് ദാഹിച്ചു മോഹിച്ചിട്ട് എടുത്ത പടവലങ്ങ ഇവിടെ എങ്ങും വേണ്ടാഞ്ഞിട്ട് പെരുവേലുള്ള ഒരു ഹോൾസെയിലുകാരന് വെറും 10 രൂപ വിലയ്ക്ക്, മറ്റ് പടവലങ്ങ നീളമുള്ള പടവലങ്ങ 22 രൂപയ്ക്ക് മറ്റ് കർഷകർ കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇത് വെറും 10 രൂപയ്ക്ക് കൊണ്ട് കെട്ടിയേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും ഞാൻ പറയാം, ഇത് ബില്ലാണ്. ഇത് ബില്ല് സഹിതമാണ്. ഇത് ജൂൺ മാസം 6-ാം തീയതി കോഴായിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്ന് മേടിച്ച പടവലത്തിൻ്റെ തൈകളാണ്. തികച്ചും ഉത്തരവാദിത്വമില്ലാതെ എടുക്കുന്ന വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്ന തൈകളും മാത്രമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും കൃഷി ഇത്തരത്തിലുള്ള വിത്തുകളും തൈകളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും കൃഷി ലാഭകരമാകില്ല. അതുകൊണ്ട് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് കർഷകരോടും കൃഷിക്കാരോടും കൃഷിയോടും ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് നല്ല വിധത്തിലുള്ള വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്. കൃഷിവകുപ്പിന്റെ വിത്തുകളെക്കുറിച്ച് സമാനമായ പരാതികൾ വ്യാപകമാണ്. തൈകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ മികച്ച ഇനം വിത്തുകളാണ് നൽകിയിരുന്നതെന്നാണ് കോഴ കൃഷിഫാമിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, പാല. പാലാ നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിനെ കേരള കോൺഗ്രസും പിന്തുണയ്ക്കും. പാലാ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിനെ പിന്തുണയ്ക്കാൻ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. ജോസ് കെ മാണി എംപിയുടെ വസതിയിലായിരുന്നു യോഗം നടന്നത്. ഇക്കാര്യം മറ്റ് LDF കൗൺസിലർമാരെ അറിയിക്കാൻ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. 19-ന് രാവിലെ 11-ലാണ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ്. മായ രാഹുലാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് വിമതരുടെ യോഗത്തിൽ തീരുമാനിച്ചതായി നേതാവ് ടോണി തൈപ്പറമ്പിൽ അറിയിച്ചതിനെ തുടർന്നാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. മായ രാഹുലിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസ് വിമതരിൽ ചിലർക്ക് തർക്കമുണ്ടെന്ന സൂചനയുണ്ട്. പാർട്ടി വിപ്പ് ലംഘിച്ച് LDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് കോൺഗ്രസിലെ 4 കൗൺസിലർമാരെ പാർട്ടി പുറത്താക്കിയിരുന്നു. ഇവർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുമാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞത്. കർശന നടപടികളുമായി മുന്നോട്ട് പോയാൽ കൗൺസിലർ സ്ഥാനത്തു നിന്നും അയോഗ്യരാക്കപ്പെടുകയും
6 വർഷത്തേക്ക് മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. LDF-ന് 12 പേരുടെ അംഗബലമുള്ളതിനാൽ കേവല ഭൂരിപക്ഷത്തിന് 2 പേരുടെ പിന്തുണ മതിയാകും. നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനം നിലവിൽ ഇതുവരെ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തുടർന്നും ആവശ്യപ്പെടില്ലെന്നും കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു പാലുപാടവനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ യുവജന സംഗമം നടത്തി. നിരവധി യുവജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന അഴിമതിക്കെതിരെയും കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂട നയങ്ങൾക്കുമെതിരെയും ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാകത്താനത്ത് യങ് ഇന്ത്യ യുവജന സംഗമം സംഘടിപ്പിച്ചു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യമുയർത്തി വാകത്താനം ഗവൺമെന്റ് ആശുപത്രി പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഞാലിയാങ്കുഴിയിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ സ്വയം വിമർശനമെല്ലാം നമുക്കുണ്ട്. ഇടതുപക്ഷം ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കുറച്ചിലുണ്ടാകുന്ന അർത്ഥത്തിലേക്കല്ല പോകേണ്ടത്. എവിടെയാണോ ഇടതുപക്ഷം ദുർബലപ്പെടുന്നത് അവിടേക്കാണ് വർഗീയ രാഷ്ട്രീയ ശക്തികൾ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ബംഗാളിൽ നടക്കുന്ന സമയത്ത് BJP 2 സീറ്റിൽ കൂടുതൽ നേടിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിൽ 1 സീറ്റിൽ മാത്രമാണ് BJP വന്നത്. എന്നാൽ അടുത്ത ഇലക്ഷനിൽ ആ അക്കൗണ്ട് നമ്മൾ പൂട്ടിച്ചു. ത്രിപുര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് BJPക്ക് 1 സീറ്റ് പോലും കിട്ടിയില്ല. എന്നാൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയോ ഇടതുപക്ഷം ദുർബലപ്പെടുകയോ ചെയ്യുമ്പോൾ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ കടന്നു വന്നു. ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ഗോകുൽ ജയൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് വർക്കി, ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മോഹൻ, CPIM പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EK കുര്യൻ, രാജീവ് ജോൺ, വാകത്താനം സൗത്ത് ലോക്കൽ സെക്രട്ടറി R രാജേഷ്, ഡിവൈഎഫ്ഐ വാകത്താനം സൗത്ത് മേഖലാ സെക്രട്ടറി അരുൺലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനച്ചിലാറിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്ത് ഒരു സംഗീത ആൽബം. മീനച്ചിലാറെ എന്ന പേരിലുള്ള ആൽബത്തിലെ ഗാനം എഴുതിയത് അനീഷ് ആനിക്കാടാണ്. മീനച്ചിലാറിന്റെ സൗന്ദര്യത്തിന് പാട്ടുകൊണ്ട് ദൃശ്യാവിഷ്കാരം ഒരുക്കി മീനച്ചിലാറ് എന്ന സംഗീത ആൽബം പുറത്തിറക്കി. മീനച്ചിലാറിന്റെ ദൃശ്യഭംഗിയെ ഹെലിക്യാമിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് നാടൻ പാട്ടായി ഗാനം ഇറങ്ങിയത്. മീനച്ചിലാറിന്റെ തീരത്തു നിന്നൊരു കല്ലേ മുട്ടി പറഞ്ഞു, പൂഞ്ഞാറും പേട്ടയും പാലായും കടന്ന് കോട്ടയമെത്തുന്ന യാറ്. തുമ്പിയും തുമ്പയും തഴുതാമയൊക്കെയും കരയിൽ നിറയുമിയാറ്. കപ്പയും കാന്താരിയും കള്ളും രുചിച്ചിട്ട് വമ്പ് പറയുന്നൊരാറ്. ആഹാ, വമ്പ് പറയുന്നൊരാറ്. മീനച്ചിലാറിന്റെ തീരത്തു നിന്നൊരു കല്ലേ മുട്ടി പറഞ്ഞു, പൂഞ്ഞാറും പേട്ടയും പാലായും കടന്ന് കോട്ടയമെത്തുന്ന യാറ്. വിവിധ സംഗീത ആൽബങ്ങളുടെ രചയിതാവായ അനീഷ് ആനിക്കാടാണ് മീനച്ചിലാറെ എന്ന സംഗീത ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. വിദേശ മലയാളി TD വിജയനാണ് ആൽബത്തിന്റെ നിർമ്മാണം. സംഗീതമൊരുക്കി ഗാനം ആലപിച്ചിരിക്കുന്നതും ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതും ഗായകൻ സന്തോഷ് ഞാറയ്ക്കലാണ്. ഗോകുൽ ചന്ദ്രനാണ് മീനച്ചിലാറിന്റെ ദൃശ്യം ഹെലിക്യാമിൽ പകർത്തിയത്. നിഖിൽ മറ്റത്തിൽ മഠം എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. പൂത്തുമ്പി മീഡിയയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ഗാനം ആസ്വാദകരുടെ മനം കവർന്ന് ശ്രദ്ധ നേടുകയാണ്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. സ്വാതന്ത്ര്യദിനത്തിൽ സ്നേഹസ്പർശവുമായി വാഴൂർ SVR NSS കോളേജ്. കോളേജിലെ NSS NCC യൂണിറ്റുകൾ പ്രളയബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ തുക ഏറ്റുവാങ്ങി. തിരുവാർപ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരം ജെട്ടിയിൽ പ്രളയബാധിതരായ കുടുംബങ്ങൾക്കായി വീട്ടുപകരണങ്ങളും ഇവർ നൽകി. വാർഡ് മെമ്പർ അനീഷ് OS, സിജി ബിജു,
NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്, വൈസ് പ്രസിഡന്റ് VB ശശീന്ദ്ര ബാബു, സുമേഷ് കാഞ്ഞിരം, NSS പ്രോഗ്രാം ഓഫീസർമാരായ അരുൺ കുമാർ, ഡോക്ടർ അശ്വതി, ഹരികൃഷ്ണൻ M, വിദ്യാർത്ഥി പ്രതിനിധി ആര്യനന്ദ KR തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് ഗ്രാമത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അമേരിക്കയിൽ നിന്നുള്ള പ്രൊഫസർമാർ. അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായ ഡോക്ടർ ആദം മാൾട്ടീസും ഡോക്ടർ സാറ ഹ്യൂർവിറ്റ്സുമാണ് ചിറക്കടവിലെത്തിയത്. ഗ്രാമവൈവിധ്യമറിയാൻ വിദ്യാലയങ്ങളിലൂടെയും വായനശാലകളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും സന്ദർശനം നടത്തി വിദേശ പ്രൊഫസർമാർ. സുഹൃത്തുക്കളിൽ നിന്നും ഏറെ കേട്ട പഴമയും പാരമ്പര്യവുമുള്ള ചിറക്കടവിനെ അടുത്തറിയാൻ അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായ ഡോക്ടർ ആഡം മാൾട്ടീസും ഡോക്ടർ സാറ ഹ്യൂർവിറ്റ്സുമാണ് മലയാളി സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയത്. ചിറക്കടവ് MGM UP സ്കൂളിലെത്തിയ സംഘം കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടു. അധ്യാപകരുമായി പഠന രീതികളെക്കുറിച്ച് സംസാരിച്ചു. ചിറക്കടവ് അമ്പലത്തിന് സമീപം ഗവൺമെന്റ് LP സ്കൂളിലും എത്തി. ചിറക്കടവ് ജ്യോതി പബ്ലിക് ലൈബ്രറിയും ഇവർ സന്ദർശിച്ചു. യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊഫസർമാരാണ് ഇരുവരും. സുഹൃത്തുക്കളായ ഡോക്ടർ ശ്രീഹരി ഹരീന്ദ്രനാഥ്, ഡോക്ടർ അമിത് എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഇവർക്ക് വഴികാട്ടിയായി അധ്യാപകനും പൊതുപ്രവർത്തകനുമായ ചിറക്കടവ് പായിക്കാട്ട് PG ബിനുവും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തിന്റെ നിറകതിരുമായി പൊന്നിൻ ചിങ്ങം പിറന്നു. ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പ്. അത്തം പിറന്ന് 11ാം നാൾ തിരുവോണം. ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിച്ചു. കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം. കർഷകരെ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ. ഓണവിപണിക്കായി അധ്വാനിച്ച കർഷകരെ വഞ്ചിച്ച് കൃഷി വകുപ്പ്. കൃഷിഭവനുകളിൽ നിന്നും നൽകിയ വിത്തുകളും തൈകളും ഗുണമേന്മയില്ലാത്തവയെന്ന് കർഷകർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.